നിറപറയും നിലവിളക്കും കൊട്ടും കുരവയുമായി വിവാഹം മംഗളകരമായിട്ട് തന്നെ നടന്നു. നവദമ്പതിമാർ ആഹ്ലാദത്തിൽ വിരുന്നുകളൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ യാത്രകളൊക്കെ നടത്തി അങ്ങനെ കടന്നു പോവുകയാണ് ദിവസങ്ങൾ. കുറച്ച് നാളുകൾ ശേഷം രണ്ടുപേരും കൂടി ഒന്ന് തീരുമാനിച്ചു, നമ്മുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്താൻ നമുക്കൊരു ജ്യോത്സ്യരെ കണ്ടാലോ. എന്തായാലും രണ്ടുപേരും ഒരു ജ്യോത്സ്യരെ പോയി കണ്ടു. ജ്യോത്സ്യർ നക്ഷത്രങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പ്രശ്നം വെക്കുന്നു. പ്രശ്നത്തിൽ ജ്യോത്സ്യർ അവരോട് പറഞ്ഞു, നിങ്ങൾ നല്ല ദമ്പതിമാരാണ്, നിങ്ങൾക്ക് 10 പൊരുത്തവുമുണ്ട്, കൺഗ്രാജുലേഷനൊക്കെ കൊടുത്തു. അതോടൊപ്പം തന്നെ ജ്യോത്സ്യർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ജാതകവശാൽ അല്ലെങ്കിൽ പ്രശ്നവശാൽ തെളിയുന്നത് അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി വരുമെന്ന് തന്നെയാണ്. പെട്ടെന്ന് ഭർത്താവ് ജ്യോത്സ്യരോട് ചോദ്യം, വേറെ വഴിയൊന്നുമില്ലേ ജ്യോത്സ്യരെ? പുതുതലമുറയല്ലേ, വേഗത അവരുടെ വാക്കുകളിൽ മാത്രമല്ല അവരുടെ പ്രവർത്തികളിലുമൊക്കെ വേഗത കൂടുതലാണ്. പക്ഷേ പ്രശ്നം അവിടെ കൊണ്ട് നിന്നില്ല. ഭാര്യ വല്ലാതെ തളർന്നുപോയി, വല്ലാതെ ഷോക്കായിപ്പോയി. അത് അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ഈ 10 പൊരുത്തങ്ങൾക്കിടയിലെ വലിയൊരു പ്രശ്നത്തിന് തുടക്കം തന്നെയായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽസ് ടോക്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ന് കാലഘട്ടം വളരെയേറെ മാറി. നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആ പഴമയുടെ സമ്പ്രദായം അനുസരിച്ചുള്ള വിവാഹ ജീവിതത്തിൻ്റെ ആ സങ്കല്പങ്ങളെല്ലാം പാടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ പുതുതലമുറയുടെ ഹൈടെക് യുഗത്തിലെ വിവാഹ ജീവിതത്തിൽ പലപ്പോഴും നിസ്സാര കാരണങ്ങളാൽ ജീവിതം ചോദ്യചിഹ്നമായി മാറുന്നത് നമ്മൾ കാണാറുണ്ട്. അറിവിൻ്റെ നിറവിൽ നിൽക്കുമ്പോഴും അറിവിൻ്റെ നിറവിലുള്ള ആളുകൾ തന്നെ അറിവില്ലായ്മ കൊണ്ട് വിവാഹം വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണ് പറയേണ്ടത്, എന്താണ് പറയാൻ പാടില്ലാത്തത് എന്നുള്ള ആ തിരിച്ചറിവിൻ്റെ കുറവിൽ പലപ്പോഴും ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത് നമ്മൾ കാണാറുണ്ട്. അതുമാത്രമല്ല, നിസ്സാരമായ കാരണങ്ങൾ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപം കൊള്ളുവാനും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പർവ്വതീകരിക്കപ്പെട്ട് കുടുംബ ബന്ധങ്ങളിൽ തന്നെ താളപ്പിഴകൾ സംഭവിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. ഇവിടെ എവിടെയാണ് വിഷയം? തങ്ങളുടെ വിവാഹ ജീവിത സങ്കല്പങ്ങളെക്കുറിച്ച് പുതുതലമുറയ്ക്കുള്ള ആ ചിന്തകളിൽ വന്ന മാറ്റമാണോ, അതെയോ വിവാഹത്തെക്കുറിച്ച് തന്നെയുള്ള അവരുടെ താല്പര്യങ്ങളാണോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇന്ന് പല കുടുംബങ്ങളും വല്ലാതെ അസ്വസ്ഥമാകുന്നത് ഇത്തരം ദാമ്പത്യ ബന്ധങ്ങളുടെ തകർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. 2 മാസം 3 മാസം വിവാഹം കഴിഞ്ഞ് ആ മധുവിധ കാലം പോലും കഴിയും മുമ്പേ, ചൂടിയ പൂ വാടിക്കൊഴിയും മുമ്പേ കലഹം ആരംഭിക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപം കൊള്ളുന്ന കുടുംബങ്ങളിൽ നിന്ന് എണ്ണം കൂടുകയാണ്. ഇതിനൊരു മാറ്റം വരുത്തുവാൻ വിവാഹ ജീവിതത്തിന് മുൻപേ വിവാഹത്തെക്കുറിച്ച് ആ സങ്കല്പത്തിനനുസരിച്ചുള്ള തങ്ങളുടെ പങ്കാളിയെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു വിവരം, പരസ്പരം ഒരു ധാരണ രൂപപ്പെടുത്തിയെടുക്കുന്നത് നല്ലതായിരിക്കും. വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാത്രമല്ല, വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴുള്ള തൻ്റെ പങ്കാളിയുടെ ഇംഗിതങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ടേസ്റ്റുകൾ എന്തൊക്കെയാണ്, തുടർന്ന് പഠിക്കാനുള്ള താല്പര്യങ്ങളുണ്ടോ, തുടർന്ന് ജോലി ചെയ്യുന്നതിനുള്ള താല്പര്യം എന്തൊക്കെയാണ്, അവരുടെ നിറങ്ങള്, അവരുടെ രുചികള്, അവരുടെ യാത്രാ സങ്കല്പങ്ങള്, ഭർത്താവിനെ കുറിച്ചുള്ള സ്ത്രീയുടെ സങ്കല്പം പോലെ തന്നെ സ്ത്രീയെക്കുറിച്ചുള്ള ഭാര്യയെക്കുറിച്ചുള്ള ഭർത്താവിൻ്റെ സങ്കല്പങ്ങളുമൊക്കെ പരസ്പരം കൃത്യമായി ഒന്ന് ഷെയർ ചെയ്ത് പോയിരുന്നെങ്കിൽ പലപ്പോഴും വലിയ തകർച്ചയിലേക്ക് പോകുന്നതിന്, അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോവാതെ നമുക്ക് തീർച്ചയായും നല്ല രീതിയിലേക്ക് ആ കുടുംബ ബന്ധങ്ങളെ നയിക്കുവാൻ ഇടയാകുമായിരുന്നു. അത്തരം സാധ്യതകളൊക്കെ പലപ്പോഴും ഇവിടെ സാധ്യമാവുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥയുണ്ട്. ഇതിന് മാറ്റം വരുത്തേണ്ടതുണ്ട്. പലപ്പോഴും സമുദായ അടിസ്ഥാനത്തിലൊക്കെ പ്രീമാരിറ്റൽ കോഴ്സുകളൊക്കെ നടത്താറുണ്ട്. പക്ഷേ അവരുടെ സാധാരണതയിലുള്ള ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു ആഴത്തിൽ അതിൽ സ്പർശിക്കാൻ ഇടയാവുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പലപ്പോഴും കാണുന്നത് ഭർത്താവിന് ഭാര്യയുടെ സ്നേഹ സാമീപ്യം മാത്രമല്ല, ആ സ്നേഹ തലോടലുകൾ ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. തിരിച്ച് ഭാര്യയും വിവാഹ ജീവിതത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം രൂപം കൊണ്ട് ഒരു വിവാഹമോചന കേസിലേക്ക് എത്തിയ സമയത്ത് കോടതി മുമ്പാകെ കേസെത്തി വാദപ്രതിവാദങ്ങളൊക്കെ നടന്ന സമയത്ത് കോടതി ഒരു നിർദ്ദേശം വെച്ചു, നിങ്ങളൊരു കൗൺസിലർ മുന്നിലെത്തുക, നിങ്ങളൊരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം തുടർന്നും വിവാഹമോചനം തന്നെയാണ് ആവശ്യമെന്ന് നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അത് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ കൗൺസിലർ മുന്നിലെത്തിയ സമയത്ത് ഇവർ രണ്ടുപേരും തങ്ങളുടെ പരാതികളുടെ ഭണ്ഡക്കെട്ടുകൾ അഴിക്കുകയാണ്.
ഈ സമയത്ത് ഭർത്താവിനോട് ഭാര്യ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ മനുഷ്യ? എല്ലാം ഒരു ചിരിയും കളിയും മാത്രമായിരുന്നില്ലേ? അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയുന്നു, നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ലേ? നിന്നെ അല്ല ഞാൻ വേറെ ആരെയാണ് സ്നേഹിച്ചിട്ടുള്ളത്? നിന്നെ സ്നേഹിച്ചതുപോലെ എൻ്റെ മാതാപിതാക്കളെ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ പോലും ഞാൻ ഇതുപോലെ ഇടപെട്ടിട്ടില്ല. നിന്നെ ഞാൻ കെയർ ചെയ്തതുപോലെ. അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, എനിക്ക് കാല് വേദനയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് തലവേദനയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് ശരീരമാസകലം അസ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞ സമയത്തൊക്കെ നിങ്ങൾ ഭർത്താവ് ഇടയിൽ കിടന്ന് പറയുന്നുണ്ട്, ഞാൻ ആ സമയത്തൊക്കെ നിനക്ക് മരുന്ന് വാങ്ങിക്കാനായിട്ട് ആശുപത്രിയിൽ ഡോക്ടറെ കൂട്ടിക്കൊണ്ട് പോയില്ലേ? ഭാര്യ സമ്മതിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ ദേഹത്തൊന്ന് തൊട്ട് നോക്കിയോ? എൻ്റെ കാല് വേദന എന്ന് പറയുന്ന സമയത്ത് കാലിൽ ഒന്ന് തടവി തന്നോ? എനിക്ക് തലവേദന എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിലൊന്ന് തടവി തന്നോ? ഭാര്യയ്ക്ക് മരുന്നിനേക്കാൾ ആവശ്യം ആ ഭർത്താവിൻ്റെ ഒരു തലോടലായിരുന്നു. ചില ആളുകൾ അങ്ങനെയാണ്. ചെറിയൊരു തലോടലിൽ തീർക്കാമായിരുന്നൊരു കാര്യം ആ ഭാര്യയുടെ ഉള്ളിൽ അത്തരമൊരു സാധ്യത കിട്ടാതെ വന്നപ്പോൾ, അങ്ങനെ ഒരു സാമീപ്യം, ഒരു തലോടൽ കിട്ടാതെ വന്നപ്പോൾ ഒരു അസ്വസ്ഥതയായിട്ടത് കിടന്നു. ഇത് ചില ഭർത്താക്കന്മാരിൽ സംഭവിക്കാറുണ്ട്. ഭാര്യയുടെ സ്നേഹമിശ്രണമായ ആ പെരുമാറ്റങ്ങൾ, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ സാമീപ്യം എല്ലാം ഒക്കെയായിരുന്നു. പക്ഷേ ഒരു തൊട്ട് തലോടലില്ലാത്ത കുടുംബജീവിതം സ്നേഹശൂന്യമായ അവസ്ഥ സൃഷ്ടിക്കാം. പക്ഷേ ആ തൊട്ട് തലോടൽ ലഭിക്കുന്നില്ല എന്നുള്ള ആ കുറവ് ഉറക്കെ പറഞ്ഞുകൊണ്ടായിരിക്കില്ല പ്രശ്നങ്ങൾ ആരംഭിക്കുക. മറ്റ് പല സ്ഥലങ്ങളിൽ ചില പൊട്ടിത്തെറികൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഭാര്യയ്ക്ക് തൻ്റെ കിടപ്പറയിൽ വളരെ വേഗതയിൽ ഭർത്താവിനോട് ചേർന്ന് ഇണങ്ങി തൻ്റെ കുടുംബജീവിതത്തിൻ്റെ ആ സെക്സ് ആസ്വദിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഭാര്യമാരെന്താ അവരാഗ്രഹിക്കുന്നത്? ആ ഭർത്താവിൻ്റെ കൂടുതൽ സംസാരമാണ്. ആ തൊട്ട് തലോടലിനേക്കാൾ ചില ഭാര്യമാരല്ലേ ഭർത്താവ് ആഗ്രഹിക്കുന്നത് സംസാരമാണ്. കൂടുതൽ സംസാരിച്ച് ആ ഭാര്യയിൽ ഭർത്താവിൽ ഉണ്ടാവുന്ന ഒരു അടുപ്പം, ആ ഒരു സിറ്റുവേഷൻ ശാരീരികമായ ഒരു ഇഴയടുപ്പത്തിലേക്ക് എത്തുകയും അത് വളരെ സമ്പൂർണമായ സന്തോഷകരമായ ഒരു ലൈംഗിക ജീവിതത്തിന് കാരണമായി തീരുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെയൊരു സംസാരത്തിലൂടെ അല്ലാതെ തൻ്റെ ഭാര്യയെ തൻ്റെ ഇത്തരമൊരു കാര്യത്തിലേക്ക് ഭർത്താവ് ബലാത്കരണയോ സ്നേഹപൂർവ്വം നിർബന്ധിച്ചാൽ അത്തരമൊരു ദാമ്പത്യ ജീവിതത്തിലെ സെക്സ് എന്നുള്ളത് വളരെ പരാജയമായി മാറിയെന്ന് വരാം. അത് ദാമ്പത്യ തകർച്ചയിലേക്കും എത്തിയെന്ന് വരാം. ഇത് പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഭാര്യയ്ക്ക് ഒരു സംസാരം, കൂടുതൽ സംസാരിക്കുന്നത് ഇഷ്ടമാണ് എന്ന് ഭർത്താവ് മനസ്സിലാക്കുന്നിടത്ത് ആ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. തിരികെ ഭർത്താവിന് ഭാര്യയുടെ സംസാരം ഇഷ്ടമാണ് എന്ന് കൂടുതൽ സംസാരിക്കുകയും വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന ഭാര്യയുടെ സാമീപ്യം ഭർത്താവും ഇഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാം. അതേപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ കുടുംബജീവിതത്തിലെ കൊച്ചു കൊച്ചു താളപ്പിഴകളെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയം ഭാര്യ വളരെ മുഷിഞ്ഞ അവസ്ഥയിൽ ഭർത്താവിനെ നിന്ന് വരവേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ബഹുഭൂരിപക്ഷം ഭർത്താക്കന്മാർക്കും അത് ഉൾക്കൊള്ളാൻ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള സാഹചര്യം ആണത്. ഇത് മനസ്സിലാക്കി ഭാര്യ അത് പെരുമാറുന്നില്ലെങ്കിലോ ആ ഒരു കാരണം പറഞ്ഞ് ഭർത്താവ് പൊട്ടിത്തെറിക്കണമെന്ന് നിർബന്ധമില്ല. മറ്റു പല കാരണങ്ങളാൽ, കൊച്ചു കൊച്ചു കാരണങ്ങളാൽ അവിടെ അസ്വസ്ഥത രൂപപ്പെടുകയും അഭിപ്രായ വ്യത്യാസങ്ങളായി, ശാസനകളായി അത് വളരെ ഒരു അസ്വസ്ഥതയായിട്ട് ആ കുടുംബത്തിൽ രൂപപ്പെടുന്നുണ്ടാവും. അതിന് പകരം എന്താവാം? ഭർത്താവ് വരുന്ന സമയത്ത് ഭാര്യ കുളിച്ച് മിടുക്കിയായി ആ ഭർത്താവിനെ ഒരു പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്ന ഒരു ഭാര്യയെ ഏതൊരു ഭർത്താവും തീർച്ചയായും വളരെയധികം സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുവാനും അത് ചേർത്ത് നിർത്തുവാനുമൊക്കെ സാധ്യത കൂടുന്നുണ്ടാവും. ഇത് തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സങ്കല്പത്തിലുമുണ്ട്. പുറത്തു പോയി വരുന്ന അവസരത്തിൽ മാത്രമല്ല, തന്നോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ കെയർലെസ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ടാവാം. ആ സമയത്ത് ഭാര്യയുടെ സങ്കല്പത്തിൽ, ഭർത്താവിനെ കുറിച്ചുള്ള സങ്കല്പത്തിൽ ഏറ്റവും ബഹുകേമനായിരിക്കണം തൻ്റെ ഭർത്താവ് എന്ന് തൻ്റെ വിവാഹ ജീവിതത്തിലെ സങ്കല്പത്തിൽ മനസ്സിൽ കരുതിയിട്ടുള്ള ഒരു ഭാര്യയാണെങ്കിലോ കെയർലെസ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു വസ്ത്രധാരണ രീതിയെ ഉൾക്കൊള്ളാൻ പറ്റാതെ അത് അസ്വസ്ഥത രൂപപ്പെടാം. അപ്പോൾ തൻ്റെ ഭർത്താവ് ഒരു സ്പൈഡർമാൻ ആയിരിക്കണമെന്നൊരു ഭാര്യ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സ്പൈഡർമാൻ ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ വസ്ത്രധാരണ രീതിയിലും ഒരു ജെന്റിൽമാനായി മാറുന്നതിലുമൊക്കെ ഒരു ഭർത്താവിന് ഭാര്യയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ
അത് കൂടുതൽ ഇഴയെടുപ്പ് സൃഷ്ടിക്കുന്നുണ്ടാവും. ഇത് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുക, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുക. ഭാര്യയുടെ ഇത്തരം താല്പര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്ന ഭർത്താവ്, ഭർത്താവിൻ്റെ ഇത്തരം താല്പര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്ന ഭാര്യ, തീർച്ചയായും അത് നല്ലൊരു ബന്ധത്തിന് കാരണമായി തീരുന്നുണ്ടാവും. ഭർത്താവിൻ്റെ വിയർപ്പ് നാറ്റം, അല്ലെങ്കിൽ ഭാര്യയുടെ വസ്ത്രത്തിലെ അഴുക്ക് നാറ്റം, ഇത് പലപ്പോഴും ചെറിയ കാര്യമാണ്. പക്ഷേ ഒരു ദാമ്പത്യ ജീവിതത്തിനെ തകർക്കാൻ തക്ക തരത്തിൽ താളപ്പിഴകൾ വരുത്താൻ തക്ക തരത്തിൽ അതിന് വലിയ കരുത്തുണ്ട്, അല്ലെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുക. നമുക്കറിയാം, ചില ആളുകളുടെ ശരീരത്തിലെ വിയർപ്പിന് ഒരു ദുർഗന്ധം കൂടുതലാണ്. ചില ആളുകൾക്ക് അത്രമാത്രം ദുർഗന്ധം ഉണ്ടാവണമെന്നില്ല. പക്ഷേ എല്ലാ പെൺകുട്ടികൾക്കും ഈ വിയർപ്പ് നാറ്റം, ഈ വിയർപ്പിൻ്റെ ഒരു ഗന്ധം അല്ലെങ്കിൽ ഒരു ദുർഗന്ധം അത് അത്രമാത്രം സ്വീകാര്യമായ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നതായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ തിരികെയും ഭാര്യയുടെ വസ്ത്രത്തിലെ അഴുക്ക് നാറ്റമാവട്ടെ, ഭാര്യയുടെ വിയർപ്പ് ഗന്ധമാവട്ടെ, ഭർത്താവിനും ഈ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് ഫ്രഷായി, ഭർത്താവിൻ്റെ സാമീപ്യത്തിൽ എപ്പോഴും മിടുക്കിയായി, ഭാര്യയുടെ സാമീപ്യത്തിൽ അത് ഒന്ന് മിടുക്കനായി, ആ വിയർപ്പ് ആ ദുർഗന്ധം അകറ്റുന്ന തരത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ, അതിന് തക്ക തരത്തിലുള്ള കാര്യങ്ങളിലൊന്ന് അനുവർത്തിച്ചാൽ, ആ ദാമ്പത്യ ജീവിതത്തിൽ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയാൽ, ഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളിലാവാം, അതേപോലെ തന്നെ ദുർഗന്ധം അകറ്റിക്കളയുന്ന കാര്യങ്ങളിലാവാം, പരസ്പരം ഒന്ന് തൊട്ട് തലോടി ഒരു നല്ല ജീവിതത്തിൻ്റെ എഴുതെടുപ്പ് സൃഷ്ടിക്കുന്ന കാര്യങ്ങളിലാവാം, പരസ്പരം സംസാരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെയും തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളിലൂടെയും ഒക്കെ തങ്ങളുടെ ജീവിതത്തെ ഒന്ന് ബലപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥകൾ ഈ ദമ്പതിമാരിൽ അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങളിൽ സൃഷ്ടിച്ചെടുത്താൽ തകർന്നു പോകുന്ന ദാമ്പത്യ ജീവിതത്തെ നമുക്ക് തിരികെ പിടിക്കുവാനും റീബിൽഡ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ നല്ല ദാമ്പത്യ ബന്ധവും നല്ല കുടുംബ ജീവിതവും ഒക്കെ നയിക്കുവാൻ കഴിയുന്ന അനേകം തലമുറകളിലൂടെ സൃഷ്ടിക്കപ്പെടുവാനും ഇടയുണ്ട്. അങ്ങനെ നല്ല ദമ്പതിമാരായി നല്ല കുടുംബജീവിതം നയിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കാൻ ഇടയാവട്ടെ. നന്മകൾ നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, രാധാകൃഷ്ണൻ. ബി ബെറ്റർ എവരി ഡേ.